മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഏത് രീതിയിലാണ് ദൂതന്മാർ നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ഒരു സഹായം ദൂതൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം, ദൂതനെ ഏത് രീതിയിൽ നമ്മൾ തടയുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയുള്ള ഈ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിനകത്ത് ആളുകളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അവരുടെ ഉള്ളിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ചില പൈശാചിക ശക്തികൾ ഉള്ളിലുണ്ട് എന്നൊക്കെയുള്ള ചിന്തയിൽ അവരിങ്ങോട്ട് സംസാരിക്കേണ്ടതായി. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എവിടേക്കോ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, ആരാധനയിൽ പോകുന്നു എന്ന് പറയുന്നു, ഫെലോഷിപ്പിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്നാലും ഈ പോർണോഗ്രഫിയിലും സെക്ച്വൽ തോട്ട്സിലും ഡിസയറിലും സാത്താൻ്റെ പിടിയിലും ഒക്കെയാണ്. അതിൽ നിന്ന് അങ്ങോട്ടൊരു പൂർണ്ണ വിടുതൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ട്. പല കാര്യങ്ങളും പിന്നോട്ടടിക്കുകയാണ്, മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് പിന്നോട്ടടിക്കുകയാണ്. അതെന്താണ് എൻ്റെ കാരണമെന്ന് ആളിലെല്ലാം ചോദിക്കുന്നു. ഇന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡും അടുത്ത എപ്പിസോഡിലും പറയുകയും അവർ ഡെലിവറൻസ് എടുക്കുകയും ചെയ്യുന്നത്. ഹൗ ക്യാൻ ഐ നോ ദാറ്റ് ഐ ഹാവ് എ ഡെമൺ? എന്നിലൊരു പിശാചുണ്ടെന്ന് എങ്ങനെ അറിയും? അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എന്നിലൊരു പിശാചുണ്ടെന്ന് എങ്ങനെ അറിയും? നമുക്കറിയാവുന്ന കാര്യമാണ്. 1 യോഹന്നാൻ 5:19 പറയുന്ന സകല ലോകവും പിശാചിൻ്റെ അധീനതയിലാണ്. പിശാച് എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും നേരത്തെയുള്ള എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് ആത്മാവിലാണ് ഇടപെടുന്നത്. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവുമായിട്ടാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഉറക്കത്തിൽ പോവും, രാത്രിയിൽ കിടന്നുറങ്ങും, നമ്മൾ അറിയുന്നില്ല ഉറങ്ങുകയാണ്. ഉറങ്ങുമെന്ന് പറയുന്നത് ഒരു മരണത്തിന് തുല്യമാണ്. നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് വരികയാണ്. ഈ അബോധാവസ്ഥയിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണ്. ഈ അറിവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്ക് വ്യത്യാസം വരും. എല്ലാ മനുഷ്യരും ഉറങ്ങുക എന്ന് പറയുമ്പോൾ സാധാരണ കിടന്ന് റെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ചിന്തയാണ് അവരുള്ളത്. ശരിയാണ്, എല്ലാ മനുഷ്യരും ജഡീയമായിട്ട് റെസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ മനുഷ്യനിൽ ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ദൈവം സംസാരിക്കുന്നു എന്ന് നമ്മളൊരിക്കലും മറന്നു പോകരുത്. ഉറക്കത്തിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ സ്വപ്നത്തിനും ദർശനത്തിനും ഉറക്കത്തിനുമൊക്കെ ഇത്രയും പ്രാധാന്യം വരുന്നത്. മനുഷ്യൻ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുക, അവന് വേണ്ട ഉറക്കം കിട്ടുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉറക്കം, ബോഡിയുടെ റെസ്റ്റ് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ആത്മാവ് ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല, അതെപ്പോഴും ഉണർന്നിരിക്കുകയാണ്. ഇതിലേക്കാണ് ദൈവം നമ്മുടെ പല കാര്യങ്ങൾ ഇടുന്നത്. നേരത്തെ പറഞ്ഞാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ഉണ്ടായിരുന്നുവെന്നും ലോകസ്ഥാപനത്തിൽ അതിനകത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മളെ ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ വന്നാൽ അവൻ്റെ ഹൃദയം ഈ ലോകത്തിലെ ദൈവം കുരുടാക്കി കളഞ്ഞു. ഈ ലോകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാച് അവൻ്റെ ഹൃദയം കുരുടാക്കി കളഞ്ഞു. ഈ ഹൃദയത്തിൻ്റെ ദൃഷ്ടികൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ. അതിന് നമ്മൾ ഈ പറയുന്ന വെറുതെ ഇരുന്നൊരു പ്രാർത്ഥനയും ഒരു പള്ളിയിൽ പോക്കും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോക്കും കൊണ്ട് കാര്യമാവത്തില്ല. അത് ആദ്യം ഞാൻ വീണ്ടും പറയുകയാണ്, റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ്. പലരും ചോദിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ശരിക്കും ബേസ്മെൻറ്റ് ഇട്ടിട്ടേ പണിയാവും മേലോട്ട്. ബേസ്മെൻറ്റ് ഇടുക എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ന്യായപ്രമാണം മുഴുവൻ അറിയാമായിരുന്ന നിക്കോദിമോസ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് യേശുവിനെ രഹസ്യത്തിൽ കാണാനായിട്ട് വന്നു. ന്യായപ്രമാണം മുഴുവൻ അറിയാൻ ഗുരുവായിരുന്നു. അവൻ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ന്യായപ്രമാണം. അവന് യേശുവിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ പ്രവൃത്തി നീ സ്വർഗത്തിൽ നിന്നുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ, ഈ സ്വർഗരാജ്യത്തിൽ കാണാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് വന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞ എന്താണ്? നീ വീണ്ടും ജനിക്കണം, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറഞ്ഞു.
ഇതൊരു ബേസിക് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ഈ ടീച്ചിങ് നമ്മൾ എത്തണം. ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പത്തിലെ കൊച്ചിനെ കൊണ്ടുപോയി മാമോദീസ മുക്കുന്ന ഒരു പ്രക്രിയ അല്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞു. വീണ്ടും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. പല സഭകളും ഇന്ന് പഠിപ്പിക്കുന്ന അതാണ്. ചെറുപ്പത്തിലെ കൊണ്ടുപോയി ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം മാറി, അവൻ ദൈവത്തിൻ്റെ മകനായി. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. കാരണം എന്താണ്? അവരൊക്കെ സഭയിൽ ഉണ്ടാവണം, പുറത്തു പോകരുത്. അതുകൊണ്ട് സഭയുടെ ആ ചുറ്റുപാടിൽ നിൽക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ ബാപ്റ്റിസം തന്നെ വന്നത് പിന്നീടാണെന്ന് നമുക്കറിയാം. ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. വിശ്വസിക്കുന്നവർ സ്നാനമേറ്റ് സഭയോട് ചേരുന്ന അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്യാനിറ്റി ഒരു റിലിജിയനായിട്ട് ഡിക്ലെയർ ചെയ്ത സമയത്ത് ആണ് ഇതെല്ലാം തുടങ്ങിയത്. എല്ലാവരെയും ബാപ്റ്റിസം എടുത്ത് ചേർക്കുക എന്നുള്ളത്. ആ സമയങ്ങളിലുള്ള ആചാരങ്ങൾ, ജാതീയ ആചാരങ്ങൾ മുഴുവൻ സഭയിൽ കയറിക്കൂടിയ ആ സമയത്താണ്. AD 326 ആ കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം വന്ന് സഭയിൽ കയറിയത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് അത് പിന്നെ തുടർമാനമായി ഇങ്ങനെ വിവിധ സഭകൾ പോയപ്പോഴും ഇതിങ്ങനെ തുടർമാനമായി കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നില്ല. അടിസ്ഥാനം വേണം, ബേസ്മെൻറ്റ് വേണം. ദൈവത്താലും ആത്മാവിനാലും ജനിക്കുക, വചനത്താലും ആത്മാവിനാലും ജനിക്കുക. ദൈവം പറഞ്ഞത് കേട്ട് അനുസരിക്കുമ്പോൾ മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കേട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനതൊന്ന് ഇന്ന് ആ ബേസ്മെൻറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. കാര്യം പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാത്തലിക് ചർച്ചുകളിലുള്ളവർ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. കുമ്പസരിക്കുന്നുണ്ട്, ആരാധനയിൽ പോകുന്നുണ്ട്, കമ്മ്യൂണിയൻ എടുക്കുന്നുണ്ട്, മാസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലെല്ലാം നെഗറ്റീവാണ്. എനിക്ക് പലതിൽ നിന്നും അടിമത്തത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. റെവലേഷൻസ് 3:20, വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നത്, ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഞാൻ മുട്ടുന്ന ശബ്ദം ആരെങ്കിലും കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു എന്താ ഇങ്ങനെ പറയാനുള്ള കാര്യം? യേശു അങ്ങനെ പറയാനുള്ള കാര്യം, ഞാൻ ഹൃദയത്തിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൂരെ ഇരുന്ന് എന്നെ വർഷിപ്പ് ചെയ്യാൻ ഒരു ഡേറ്റ് ഒന്നുമല്ല. ഞാനിങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന മൂർത്തിയല്ല. ഞാൻ അവിടെ പോയാൽ ഇവിടെ ഉണ്ട്, ആ മലയിൽ ഇവിടെ ഉണ്ട്, ഈ മലയിൽ ഞാനുണ്ട്, അങ്ങനെയല്ല. ആ പള്ളിയിലേ ഞാനുള്ളൂ, ഈ പള്ളിയിലേ ഞാനുള്ളൂ, അങ്ങനെയല്ല ദൈവം പറയുന്നത്. എന്നും നമ്മളോട് വസിക്കാൻ. ഞാനിതെല്ലാം നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. 1 കൊരിന്ത്യർ 3:16 അവൻ ആത്മാവാണ്. ആത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലാണ്. ഈ ആത്മാവായിട്ടുള്ള ദൈവം നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ആ ബേസ്മെൻ്റ് ഇടുന്നത്. ഇന്ന് ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോഴേ കർത്താവിന് ഹൃദയത്തിലോട്ട് തുറന്ന് കയറാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവെ വരണം എന്ന് വിളിച്ചാലും കർത്താവിന് കയറാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവിടെ എല്ലാം അകൃത്യവും ദോഷവും നിറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളത്? മദ്യപാനം, ദുർനടപ്പ്, എല്ലാവിധ അശുദ്ധി, എല്ലാ അതിരാഗം, ദുർമോഹം. അവരെയൊക്കെ എന്തോ പറയുന്നത്? ഇത്തിരി കാര്യങ്ങൾ. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, അശുദ്ധർ, ബാഹ്യന്മാർ, കുലപാതകന്മാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം പറയുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ഞാനതൊന്നും പറയുന്നില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞാലും ജീവിതത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ കണികകൾ അവിടെ ഇങ്ങനെ ഈ ഒക്ടോപ്പസിലെ കടലിലുള്ള ഒക്ടോപ്പസിൻ്റെ ഒരു കാല് പോലെ ഇങ്ങനെ പെടഞ്ഞിരിക്കുകയാണ്. അതിലാദ്യം ചെയ്യേണ്ട ഈ പാപങ്ങൾ ഹൃദയത്തിലുള്ള വലിയ പ്രയാസത്തോടുകൂടി കർത്താവെ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആദ്യം ഈ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയാനായിട്ട് പഠിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് പാപം ഏറ്റു പറഞ്ഞിട്ട് കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുമ്പം കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് വരുന്നത്? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ രക്ഷ ഗ്യാരൻറ്റീഡ് ആവുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ യേശു ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോഴേ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് കാൽവറി ക്രൂശിൽ കർത്താവ് ഈ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഇന്നും എൻ്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തെ തന്നെ സബ്മിറ്റ് ചെയ്ത് അവനെ വിളിച്ചുള്ളിലേക്ക് വരുത്തുമ്പോഴേ അവൻ ഉള്ളിൽ കടന്ന് നിങ്ങളെ മകനും മകളുമാക്കി തീർക്കും.
ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഏത് മതമായാലും, ഏത് വ്യക്തിയായാലും, ഏത് സഭയായാലും, പെന്തക്കോസ്ത് ആയാലും, യാക്കോബ ആയാലും, ഓർത്തഡോക്സ് ആയാലും, RC ആയാലും, ഏത് മനുഷ്യനായാലും ഇത് ബേസിക്കായിട്ട് ചെയ്യണം. ഇവിടെ ഇത് ചെയ്യുമ്പോഴാണ് യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരികയും അവിടെ ഒരു ലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആന്തരിക ആയിട്ടുള്ള കണ്ണ് പ്രകാശിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കണ്ണ് വേറൊരു രീതിയിലേക്ക് പോകും. അവിടെ ആവുന്ന ദൈവം കൊണ്ടിടുന്ന നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ, നിങ്ങളുടെ ഭാവിയിലേക്ക് ഇട്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ണ് തുറന്ന് കാണാനായിട്ട് പറ്റും. കണ്ണ് തുറന്ന് കാണാൻ പറ്റുമ്പോഴേ ഈ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ഈ ആത്മാവിലേക്ക് ഫീഡ് ചെയ്യണം, നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യണം. മനസ്സാണല്ലോ പുതുക്കി രൂപാന്തരപ്പെടുന്നത്. യേശു രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ആത്മാവിന് ജീവൻ കൊടുക്കുമ്പോൾ ഈ ആത്മാവിലുള്ള കാര്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് വരണം. ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യം പറയുന്നത്, ആത്മാവിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് വരണം. ഈ ശരീരത്തിലോട്ട് വരുന്ന ഇടയ്ക്കൊരു സാധനം നിൽപ്പുണ്ട്, മനസ്സ് പലപ്പോഴും ബ്ലോക്കാക്കും. ദൈവം കൊണ്ടിട്ട കാര്യം അതൊന്നും ശരിയൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചിരിക്കുന്ന വേറെയാ, എൻ്റെ സഭ വിശ്വസിക്കുന്ന വേറെയാ, ഞാൻ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞ ഇങ്ങനല്ലല്ലോ, എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഇങ്ങനല്ല, ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ ഇങ്ങനല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആത്മാവിൽ ദൈവം ഇട്ടിട്ടുണ്ട്, അതെൻ്റെ മനസ്സ് തടസ്സപ്പെടും. മനസ്സ് തടസ്സപ്പെടുത്തിയാൽ അത് ശരീരത്തിലോട്ട് വരത്തില്ല. ശരീരത്തിൽ കൂടിയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും? നമ്മൾ പഴയതുപോലെ തന്നെ ഇങ്ങനെ പോകും. എല്ലാം നെഗറ്റീവാണ്. വീണ്ടും ഈ പാപങ്ങളും ചിന്തകളും എല്ലാം കയറി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാം. എന്നാൽ ഇങ്ങനെ വീണ്ടും ജനിച്ച് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഫെലോഷിപ്പിൽ പോവുകയും ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ളതിനകത്ത് അഡിക്ഷൻ വരുന്നുണ്ട്. അതെന്താണ് പാസ്റ്ററെ അങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ ചോദിക്കാം. ഈ ഇങ്ങനെയുള്ള ഹാബിറ്റുകൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്താൽ അത് തുടർമാനമായി ചെയ്യുമ്പോൾ അത് ഹാബിറ്റായിട്ട് മാറുന്നു. ഇങ്ങനെ ഹാബിറ്റുകൾ വരുമ്പം അതിൽ കൂടി പിശാചിൻ്റെ ഒരു ഗേറ്റ് വേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരികയാണ്. പിന്നെ ആ ഫോഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാണ്. നിങ്ങളൊരു പാപം മനസ്സിലാക്കിയിട്ടും അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതൊരു അഡിക്ഷനായി, ഹാബിറ്റായി മാറി. എപ്പോഴും ഒന്നുമില്ല, ചിലപ്പോഴൊക്കെ അതാണ്. അതായത് എപ്പോഴും ഒന്നും ഹാബിറ്റൊന്നുമില്ല, ചില സമയങ്ങളിലൊക്കെ ചെയ്യാനൊരു ടെൻഡൻസി വരും, അത് ചെയ്യും. എന്നുവെച്ചാൽ ഒരു സ്മോളൊക്കെ അടിക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഒരു സ്മോൾ അടിച്ചാൽ ആരോഗ്യത്തിന് നല്ലതല്ലേ. നമ്മളതിന് കോട്ട് ചെയ്യാനായിട്ടൊരു ഭാഗവും ബൈബിളിൽ എടുക്കും. എന്താ, തിമോത്തിയോട് പറഞ്ഞിട്ടുണ്ട് അല്പമൊക്കെ കഴിക്കാമെന്ന്. ഇതൊക്കെ ചെന്നിട്ട് നമ്മൾ എല്ലാം ഈ പിശാചിനൊരു ഗേറ്റ് വേ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു കാര്യം മനസ്സിലാക്കുക, അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഡീമണാണ്. അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പിശാചാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴേ അതൊരു ഡിപ്രഷനായി നിങ്ങളെ തീർത്തരും. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളിൽ ഒരുപാട് അവിശ്വാസം വരും, ഗിൽറ്റ് ഫീലിംഗ് വരും, അതുപോലെ നിങ്ങൾക്ക് പ്രതികാര മനസ്ഥിതി വരും, നിങ്ങളെ ഉള്ളിലെ വിദ്വേഷം വരും, ഡിപ്രഷൻ വരും. ഇതെല്ലാം ഇതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്, അഡിക്ഷനുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു വിഡ്രോവൽ സിംറ്റം വരും. ഇതെല്ലാം തന്നെ ഇപ്പം തന്നെ മൊബൈലിനകത്ത് അഡിക്ഷൻ, ഇത് ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ മൊബൈൽ അഡിക്ഷൻ. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം, എല്ലാ മനുഷ്യരും ഇപ്പം ചെയ്യുന്നൊരു കാര്യം, രാത്രിയിൽ എന്തൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു, ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, എന്തൊക്കെ രാത്രിയിൽ സംഭവിച്ചു, ഫസ്റ്റ് ടൈം എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോലും ആ മൊബൈലെടുത്ത് ആദ്യം സ്ക്രോൾ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ആൻ അഡിക്ഷൻ. അത് 100% അഡിക്ഷനാണ്, 90% ഒന്നുമല്ല, 100% അഡിക്ഷൻ. ആരെങ്ങനെ ചെയ്യുന്നു? ദേ ആർ അഡിക്റ്റഡ് ടു മൊബൈൽ. നിങ്ങൾ ബെറ്റ് വെച്ച് എന്നോട് ഗ്യാരണ്ടി വെച്ച് ഞാൻ പറയുകയാണ്, യു ആർ അഡിക്റ്റഡ് ടു മൊബൈൽ. ഇന്ന് ഏറ്റവും വലിയ അഡിക്ഷൻ അതാണ്, സ്ക്രീൻ അഡിക്ഷൻ. നിങ്ങൾ മൊബൈൽ തുറക്കാതെ ഒന്നും ചെയ്യാതെ പോയി 1 മണിക്കൂർ, 6 മണിക്കോ 5 മണിക്കോ എപ്പോഴാണ് എഴുന്നേക്കുന്നത് വെച്ചാൽ എഴുന്നേറ്റ് 1 മണിക്കൂർ ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം, യെസ്, നിങ്ങളുടെ ടൈം, എനിക്ക് അടുത്ത ഒരു 15 മിനിറ്റ്സ് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞ് നോക്കിയാൽ ഐ സീ ദാറ്റ് ദർ ഇസ് നോ മൊബൈൽ അഡിക്ഷൻ. അങ്ങനെയുള്ളവരുടെ മൊബൈൽ അഡിക്ഷൻ ഇല്ല എന്ന് പറയാം. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന മൊബൈൽ മാന്തുകയാണെങ്കിൽ അത് 100% ശരിയാണ്. ദാറ്റ് ഈസ് എ ഡീമൺ ഈസ് പൊസസ്ഡ് ത്രൂ ദ മൊബൈൽ.
അങ്ങനെ ഒരു മൊബൈലിൽ കൂടെ ഒരു ഡീമൻ ഉണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ, എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു ഡീമൻ ആ മൊബൈലിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് ദൈവസേനയിലിരിക്കുക. എന്തിനാണ് ഈ ദൈവസേന ഇരിക്കുന്നത് അറിയാമോ? രാത്രിയിലെ ദൈവം കൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ ഇട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് സ്വപ്നത്തിൽ കൂടിയോ ദർശനത്തിൽ കൂടിയോ എന്തെങ്കിലും വെളിപ്പെട്ടത് അത് ദൈവസേനയിലിരുന്നൊന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ. രാവിലെ പ്രാർത്ഥിക്കാൻ തോന്നുന്ന പാമ്പിനെ സ്വപ്നം കാണുമ്പോൾ മാത്രമാണെന്ന് ഇങ്ങനെ ഓരോരുത്തരുടെയൊക്കെ പ്രെയർ റിക്വസ്റ്റുകൾ വരുമ്പം മനസ്സിലാവുന്നുണ്ട്. അന്നേരം എനിക്ക് പേടിയാണ്, പാമ്പിനെ കാണുമ്പോൾ എന്തോ വരുന്നുണ്ട്, പാമ്പിനെയൊക്കെ സ്വപ്നം കാണുന്ന രാത്രി. അങ്ങനെയല്ല, ദൂതന്മാരെ സ്വപ്നം കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൂതന്മാരെ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് ഇറങ്ങി വരെ നമ്മൾ സ്വപ്നം കാണണം. അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോഴെന്താണ്, നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ അൺബിലീഫും അവിശ്വാസവും ഗിൽറ്റും പ്രതികാര മനസ്ഥിതിയും വിദ്വേഷവും ഡിപ്രഷനും ഒക്കെ വരുമ്പോഴേ അവിടെ ഉള്ള കുറേ ഡീമൺസ് ഉണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് 1 തിമോത്തി 1:8 9 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്ന അവരുടെ പേര് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളത് വായിച്ചു നോക്കുക, ഇംഗ്ലീഷിലും മലയാളത്തിലും. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പൃഥുഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുന്യക്കാർ, നരമോഷ്ടാക്കൾ, ഫോഷ്ക്ക് പറയുന്നവർ, കള്ളം സത്യം ചെയ്യുന്നവർ. ഇങ്ങനെ കുറേ പേര്. അവർ പ്രധാനപ്പെട്ട അവരിൽ വരുന്ന ഡീമൺ എന്ന് പറയുന്നത്, ഇതെല്ലാം ഡീമൺസാണ്. എന്നാൽ സ്പിരിറ്റ് ഓഫ് ഫിയർ, പേടി, ഇതെന്ന് കാണുന്ന ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കാണുന്ന ഡീമൺസിൻ്റെ പ്രവർത്തനമാണ് ജീവിതത്തിൽ. സ്പിരിറ്റ് ഓഫ് ഫിയർ. എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. എൻ്റെ ഭാവി എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എൻ്റെ സമ്പത്ത് താഴോട്ട് പോകുന്നു, എങ്ങനെയായിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അവരുടെ ഭാവി എന്തായിത്തീരും, എൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണം കഴിയുന്നില്ല, അവരുടെ ഭാവി എന്തായിത്തീരും. സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി, സ്പിരിറ്റ് ഓഫ് ഫിയറിൻ്റെ കൂട്ടത്തിൽ സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി, ആകുല ചിന്തകൾ. ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത പാടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു പാപമാണ്. അതിനെക്കുറിച്ച് വീണ്ടും ആകുല ചിന്തകൾ വരികയാണ്. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ വരുന്ന അടുത്ത ഡീമോണാണ് സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ. സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി, സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ. ഇത് മൂന്നും കൂടി വന്ന് ഒരു അഡിക്റ്റീവായിട്ട് വന്ന് നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന അനുഭവം ഇന്ന് ഏകദേശം 50%, ഞാനത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, 50% ആളുകളുടെ ജീവിതത്തിലുണ്ട്. 50% ആളുകളുടെ ജീവിതത്തിൽ ഈ സ്പിരിറ്റ് ഓഫ് ഈ അഡിക്ഷൻസ്, ഈ ഫിയറും ആങ്സൈറ്റിയും ഡിപ്രഷൻ വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് 40 തൊട്ട് 50-60 വയസ്സ് വരെയുള്ള ആ 20 years ഗ്യാപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. 40 തൊട്ട് 60 വരെ, ഞാൻ വീണ്ടും ശ്രദ്ധിക്കുക, 40 തൊട്ട് 60 വരെ. നിങ്ങളുടെ കല്യാണമൊക്കെ ഏകദേശം 30 വയസ്സിൽ 25 വയസ്സിലൊക്കെ തീർന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലല്ല, 8 കഴിയും 9 കഴിഞ്ഞ് ടീൻസിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. 40 to 55, 60 ഇയേഴ്സിനകത്താണ് ഈ കൂടുതൽ ഫിയറും ആങ്സൈറ്റിയും ഡിപ്രഷനും വരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള വറി, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിത്തീരും. അതുകൂടാതെ ആ സമയങ്ങളിൽ ഈ ഫിയറും വറി ആങ്സൈറ്റിയും വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പ്രൈമായിട്ടുള്ള ആരോഗ്യമുള്ള സമയങ്ങളിലല്ലേ, ആ സമയത്ത് ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഡീമണിൽ നിന്ന് ധാരാളമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പല പുതിയ പോളിസികൾ, പുതിയ തിങ്കിങ്ങുകൾ നിങ്ങൾ ഉണ്ടാക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അവിശ്വാസം പറയും. എന്താണ്? ദൈവം ഒന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഭവനത്തിലുണ്ടായ ദൈവം ഇങ്ങനെയൊക്കെ എവിടെ ഇരിക്കുക, ദൈവം ഈ പിശാചൊക്കെ എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നുകത്തെ നമ്മൾ തകർക്കേണ്ട ആവശ്യമാണ്. ഈ നുകം നമ്മൾ തകർത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കരമായിട്ട് അനുഭവിക്കും. എന്നാൽ ശരിയായിട്ടുള്ള ഡോക്ട്രിൻ ക്രിസ്ത്യാനികളിൽ ഉണ്ടാവണം. പിശാചിൻ്റെ ഓപ്പറേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവപ്രമാണം അനുസരിച്ച് അവരുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹിയെ കഴുകിക്കൊണ്ടിരുന്നാൽ, എല്ലാ വാതിലുകളും അടച്ചാൽ പിന്നെ പിശാച് കയറി വരത്തില്ല. നമ്മൾ അനുവാദം കൊടുത്താൽ മാത്രമേ പിശാച് ഉള്ളിൽ കയറൂ. ആദാമും ഹവ്വയും ഈ അനുവാദം ഒന്ന് കൊടുത്തു.
ദൈവകൽപ്പനകൾക്ക് വിരോധമായി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പിശാച് ഓട്ടോമാറ്റിക്കായിട്ട് അധികാരമെടുക്കും. നിങ്ങളെ അധികാരത്തോടു കൂടിയാണ് ഈ ലോകത്തിലേക്ക് ദൈവം വിട്ടത്. കാരണം നിങ്ങൾക്കും ദൈവത്തിനും പിശാചിനും എല്ലാം ദൈവവചനമാണ് ബേസ്. എന്ന് വെച്ചാൽ റൂൾസ്. ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ലോ. ആത്മീയ മേഖലയിൽ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ എപ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കുന്നു, അത് പിശാചിന് ആക്സസ് കൊടുക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ കയറി മേയുവാനായിട്ട് അനുവദിച്ചിരുന്നു. അതെല്ലാം അവൻ കോട്ടകളാക്കിയിട്ടുണ്ട്. അതായത് രക്ഷിക്കപ്പെടുന്ന സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, യേശുവിനെ വിശ്വസിച്ച് ഉള്ളിലേക്ക് വിളിച്ചു കയറ്റിയപ്പോഴേ അവരുടെ ആത്മാവിലൊരു പ്രകാശം വന്നു. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ടും ചില റൂട്ടുകൾ അവിടെയുണ്ട്. അതിനൊരു വിടുതൽ ആവശ്യമാണ്, അതിനൊരു പ്രത്യേക അഭിഷേകം ആവശ്യമാണ്. അല്ലെങ്കിൽ വീണ്ടും പിശാച് ആ ഡോറിൽ കൂടി കയറി വരും. ആ സ്ഥലമൊക്കെ ദൈവവചനത്താൽ നിറയ്ക്കണം. ഇത് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്ഥലങ്ങളൊക്കെ ദൈവവചനത്താൽ നിറയ്ക്കണം. അവനെ അനുസരിക്കണം. അവൻ്റെ പ്രസൻസ്, ആക്റ്റീവ് പ്രസൻസ്, അവൻ്റെ ദൈവത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലെല്ലാം വന്ന് നിറയണം. ഇത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിന്ന് കൂടുതലും അഡിക്ഷനെ കുറിച്ച് പറയുന്നത്, ഇന്ന് കൂടുതലും ഈ മൊബൈൽ കൂടിയാണ് ഇത് പലതും കയറി വരുന്നത്. ഈ പ്രത്യേകിച്ച് ഈ സെക്ച്വൽ സിൻസ് കൂടുതലും, പ്രോണോഗ്രഫി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇന്ന് മൊബൈൽ വഴിയാണ് കയറി വരുന്നത്. അഡിക്ഷൻ ഈസ് എ ഡെമോണിക് സ്ട്രോങ് ഹോൾഡ്. ഒരു ഡീമണിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സൺസ് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. ഒരു എന്നുവെച്ചാൽ നമുക്കറിയാം, ആത്മാവിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടാണ് ഇന്ദ്രിയജയം വെച്ചിരിക്കുന്നത്. ഈ ഇന്ദ്രിയജയം ഭയങ്കര പ്രയാസമാണ്. ഈ ഡ്രഗ്സൊക്കെ നമുക്കറിയാമല്ലോ, അതെല്ലാം അഡിക്റ്റീവ് നേച്ചറാണ്. അതുപോലെ ഈ നാളുകളിൽ നമുക്കൊരു അഡിക്റ്റീവായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ അഡിക്റ്റീവ്നെസ് ഉണ്ട്. ഇത് പിശാച് കൊണ്ടുവരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് നമുക്കൊരു റിലീസ് വരണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വരണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിലത്രേ ആയിരിക്കുന്നത്. ആൻഡ് മൈ സ്പീച്ച് ആൻഡ് മൈ പ്രീച്ചിങ് വാസ് നോട്ട് എൻഡൈസിങ് വേർഡ്സ് ഓഫ് ഹ്യൂമൻ മാൻസ് വിസ്ഡം, ബട്ട് ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പിരിറ്റ് ആൻഡ് പവർ, that your faith should not stand in the wisdom of men but the power of God. ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും ശക്തിയിൽ നിന്നും അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ അത് ലൂക്ക് വാമായിട്ട് ഇരുന്നാൽ പോരാ. ചൂടും തണുപ്പും ഇല്ലാത്തത് ദൈവത്തെ അനുസരിക്കണം. നമ്മുടെ ഫെയ്ത്ത് ഹാസ് ടു റെസ്റ്റ് ഇൻ ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കണം നമ്മുടെ വിശ്വാസം. ഈ വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികളിൽ ഈവിൾ സ്പിരിറ്റ് ഒരിക്കലും പൊസസ് ചെയ്യത്തില്ല. എന്നാൽ അത് പൊസെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കയറി ഇരിക്കത്തില്ല, എന്നാൽ സ്വാധീനിക്കാനായിട്ട് പറ്റും. ഡെലിവറൻസ് ഇന്ന് ആവശ്യമാണ്. എല്ലാ സഭായോഗങ്ങളിലും ഡെലിവറൻസ് ആവശ്യമാണ്. ഏതൊക്കെ ചർച്ചിൽ ഇന്ന് ഡെലിവറൻസ് ഉണ്ട്? എന്തു ചെയ്യും? അവിടെ ചെല്ലും, എല്ലാവരും ആരാധിക്കും, ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കും, ദൈവവചനം കേൾക്കും, ചിലരൊക്കെ സാക്ഷി പറയും. അത് കഴിഞ്ഞ് അവിടെ ഒരു കമ്മ്യൂണിയൻ ഉണ്ട്. ആ കമ്മ്യൂണിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചു വരും. ഇതാണ് ഇന്ന് നടക്കുന്നത്. യേശുക്രിസ്തു സിനഗോഗിലൊക്കെ ആരാധനയ്ക്ക് പോയപ്പോൾ എന്താ, അവിടെ എല്ലാം ഒരു ഡെലിവറൻസ് നടന്നു. ഇന്ന് ഡെലിവറൻസ് ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ പറയുന്ന ഓരോ ആരാധനകളിലും ഡെലിവറൻസ് വരണം. ആരാധിച്ചപ്പോഴൊക്കെ ഡെലിവറൻസ് വന്നു. ശീലാസും പൗലോസും ആരാധിച്ചപ്പോൾ അവിടെ ഡെലിവറൻസ് വന്നതായിട്ട് കാണുന്നു. ഇതുപോലെ എല്ലാ മേഖലകളിലും ഡെലിവറൻസ് ഇന്ന് ആവശ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും തുടർമാനമായിട്ട് ചിന്തിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മളിലെ ഡീമൻ ഉണ്ടോ എങ്ങനെ അതിൻ്റെ പ്രവർത്തനം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമുക്കിപ്പം കിട്ടി. നമ്മളിലൊക്കെ ഡീമൻ ഉണ്ട്, ഏതെങ്കിലും മേഖലകളിലുണ്ട്.
അതിൽ നിന്നുള്ള ഡെലിവറൻസ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നിങ്ങളെ തൊഴിൽമാനമായി ചിന്തിക്കുക. നമ്മൾ അടുത്ത എപ്പിസോഡുകൂടി നമുക്ക് ഈ ഡീമൻസിൻ്റെ ഒരു ഡെലിവറൻസ് ഏതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലും അതുപോലെ നമ്മുടെ തിങ്കിങ്ങിലും ഒക്കെയുള്ള അതിൽ നിന്ന് നമുക്കൊരു വിടുതലെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ അഡിക്ഷന് വേണ്ടി കർത്താവെ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പേർക്ക് കർത്താവെ ഇന്ന് അഡിക്ഷനുണ്ട്. പല രീതിയിലുള്ള അഡിക്ഷനാണ്. ചിലർക്ക് മൊബൈൽ അഡിക്ഷനാണ്, ചിലർക്ക് ഫുഡ് അഡിക്ഷനാണ്, ചിലർക്ക് സ്ക്രീൻ അഡിക്ഷനാണ്, ചിലർക്ക് വെറുതെ ചാറ്റിംഗ് അഡിക്ഷനാണ്, ചിലർക്ക് വേറെ പല രീതിയിലെ സമയം വേസ്റ്റാക്കി കളയുന്നത് മാത്രമല്ല, അതിൽ കൂടിയൊക്കെ ചില കർത്താവെ പിശാച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവും ഇറങ്ങട്ടെ. മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം വരുന്നത്. ദൈവത്തിൻ്റെ വചനം അവിടെ നിറയട്ടെ, ദൈവത്തിൻ്റെ വെളിച്ചം അവിടെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം കർത്താവെ, അത് വരുവാൻ കർത്താവെ നീ ഇടവരുത്തണം. കർത്താവിൻ്റെ ശക്തിയിലല്ലാതെ ഇത് മാറിപ്പോവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവെ, ഈ നാളുകളിലെ ഏത് രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കണം എന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെലിവറൻസ് വേണ്ടവരൊക്കെ ആ മേഖലയിൽ ഡെലിവറൻസ് എടുക്കുവാൻ കർത്താവെ നീ സഹായിക്കാൻ ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് വലിയ പ്രയോജനം ചെയ്യും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്പർ അതിലുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഇവിടെ കേരളത്തിന് പുറത്തെ നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷകളുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുവാനായിട്ട്, ഈ ശുശ്രൂഷകളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് പ്രാർത്ഥിക്കണം. ഈ മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഡിവൈസിൽ 8 മണിക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സൺഡേയിലെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഓൺലൈൻ പ്രേയറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് നിങ്ങൾ നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.